ഉറപ്പല്ലേ മൂന്നാം വട്ടം എന്നുള്ളത്? ഒരു തിരിച്ചടിയില്ല. 100 സീറ്റോടെ UDF അധികാരത്തിലേക്ക്. 2001 ശേഷം 100 സീറ്റ്. കൺവിൻസിംഗ് തരംഗം കേരളത്തിൽ. UDF തരംഗം കണ്ടോ? ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മാറ്റാൻ ആളുണ്ടോ എന്ന് ചോദിച്ചില്ലേ, മറ്റാരുണ്ട് എന്ന് ചോദിച്ചില്ലേ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ആളുണ്ടെന്ന് അന്നേ പറഞ്ഞതല്ലേ? പ്രസംഗം കലക്കി. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ രാജ്യത്ത് ഒരു ഭരണകൂടമുണ്ടായിരുന്നു, ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ടീം UDF കേരളം ജയിച്ചു, ഇനി UDF നയിക്കും എന്നുള്ളതാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഈ മിനിറ്റിലെ പ്രധാന വാർത്ത: ജോസ് കെ മാണി തുടർച്ചയായി 2ാം വട്ടവും പാലായിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഉറപ്പിക്കുന്നു. അതെ. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. പിണറായി വിജയൻ അവസാന നിമിഷം രക്ഷപ്പെട്ടു. 7000 എന്നിട്ട് പോവാ. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം. ഇനി ഇവിടെ നിൽക്കണ്ട. 7111 കഴിഞ്ഞവണ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ധർമ്മടം മണ്ഡലത്തിലാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഒന്ന്. തോൽവിക്കൊത്ത ജയം. യെസ്, തോൽവിക്കൊത്ത ജയം. വന്നല്ലേ തെമ്മാടി? ഇങ്ങോട്ട് കയറി വരിക, തന്നെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? തോൽവിക്കൊത്ത ജയം. യെസ്, തോൽവിക്കൊത്ത ജയം. വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. രണ്ടാമത് നേമത്താണെങ്കിൽ ഇതാ മൂന്നാമത് കഴക്കൂട്ടത്ത് കൂടി BJP ജയിക്കുകയാണ്. താമര മൂന്നാമതും വിരിയുന്നു. BJPയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള പടയോട്ടം എന്ന് തന്നെ പറയുകയാണ് ചാത്തന്നൂർ. ഇതാ ഈ സുന്ദരിയല്ല ആരാ പറഞ്ഞു?